മലരിക്കലാണ് അമ്പൽപ്പാടം കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അമ്പലിൻ്റെ സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വർഷത്തെയും പോലെ നമ്മൾ ഇത്തവണയും ആമ്പൽ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു ചെറിയ കുടുംബവള്ളത്തിൽ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അമ്പലിൻ്റെ രാവിലെയുള്ള മനോഹരമായിട്ടുള്ള വിഷ്വൽ വീണ്ടും മലരിക്കൽ വന്നിട്ടുണ്ട് കേട്ടോ. മലരിക്കൽ അമ്പൽപ്പാടത്താണ്. അപ്പോൾ അമ്പൽ ഏകദേശം പൂവൊക്കെ ആയിട്ടുണ്ട്. കുറച്ച് കാലം ഒരു മാസം കൂടെ കാണുള്ളൂ അല്ലേ, ഒരു മാസം കൂടെ ഉള്ളൂ. അപ്പോൾ കാണേണ്ടവരൊക്കെ പെട്ടെന്ന് വന്ന് കാണുക. ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ഒരു വെള്ളം ഇറങ്ങും കേട്ടോ. വെള്ളം ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു മാസം എന്തായാലും കാണും. അപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞിട്ട് വെള്ളം ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്കിത് കാണാൻ പറ്റത്തില്ല കേട്ടോ. ഇത്തവണ പൂ ലേശം കുറവാണ്. ഇത്തവണ പൂ ലേശം കുറവാണ്. ഓരോ വെള്ളമൊക്കെ കയറിയത് കാരണം, ഒരു ഉപ്പുവെള്ളം അല്ലേ, ഉപ്പുവെള്ളം കയറി. പിന്നെന്താ, പിന്നെ നല്ല വെള്ളം വന്നു കഴിഞ്ഞിട്ടാണ് ഈ ആമ്പൽ വിരിയുന്നത്. അപ്പം ഇത്തവണ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാരണം മഴ കുഴപ്പമില്ലല്ലേ, മഴ വരുന്ന കുഴപ്പമില്ലല്ലേ. അങ്ങനെ ഒരു ഉപ്പുവെള്ളം കയറുന്നത് എന്താ, ബണ്ടിന്റെ തുറക്കുമ്പോഴത്തേക്കിന് നമുക്ക് ഇങ്ങോട്ട് കയറി വരും. ആ വെള്ളം ഉപ്പിന്റെ അംശം കയറി വരും. ഓക്കെ, അത് വ്യാപിക്കും മൊത്തത്തിൽ. അതുകൊണ്ടാണ്. ഓ അങ്ങനെ. അപ്പോൾ അതിനൊന്നും ചെയ്യാൻ പറ്റും. നിങ്ങൾ ഓക്കെ, നിങ്ങളുടെ ഇത് അമ്പലമല്ലല്ലോ, കൃഷിയല്ലേ. ഓക്കെ, ഇവരുടേത് സംഭവം ഇത് പുഞ്ചവയലാണ് കേട്ടോ. പുഞ്ചവയലാണ്, ഏക്കർ കണക്കിന് വരുന്ന പുഞ്ചവയലാണ്. 1850 ഏക്കർ വരുന്ന പുഞ്ചവയലാണ്. അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇവർക്ക് കൃഷി ഇറക്കാനുള്ളതാണ് സംഭവം. നെൽകൃഷിയാണ് ഈ ഏരിയ കംപ്ലീറ്റ്, നെൽകൃഷി വരുന്ന മേഖലയാണ് കേട്ടോ. അപ്പം അമ്പൽ നമ്മൾക്ക് ഇഷ്ടം പോലെ പറിക്കാം. വേറെ ഒന്നുമല്ല, ഈ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്കിത് നശിപ്പിച്ച് കളയേണ്ടി വരും. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് മാക്സിമം പറ്റുന്നത് നമുക്ക് ഇവിടുന്ന് പറിച്ചുകൊണ്ട് പോകാം കേട്ടോ. അതുകൊണ്ട് പൂക്കൾ പറിച്ചു തന്നില്ല, നിനക്ക് പറിച്ചു തന്നില്ല. ഇവിടെ ഇപ്പുണ്ടല്ലോ 5 ഉള്ളൂ, 4-5 കൂടെ പറിക്കാം, നമുക്കിതോടെ പോവല്ലേ. ഓക്കെ, അപ്പം പൂക്കൾ പറിച്ചുകൊണ്ട് പോവാം. ആവശ്യം പോലെ പൂക്കൾ പറിച്ചുകൊണ്ടാണ് ഡെയിലി ഇങ്ങനെ വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം നമുക്ക് മാക്സിമം നമുക്ക് ഈ ഒരു കാര്യം വന്ന് കാണാൻ ശ്രമിക്കാം കേട്ടോ. എന്നിട്ട് മാക്സിമം എൻജോയ് ചെയ്യുക. ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ വളരെ ചുരുക്കം സമയത്ത് മാത്രമേ, സീസൺ ടൈമിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഈ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കഴിഞ്ഞ മാസം വന്നിട്ടുണ്ടായിരുന്നുണ്ടോ. നമ്മൾ കഴിഞ്ഞ മാസം വന്ന സമയത്ത് എന്താ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ മാസം വന്ന സമയത്ത് ഇവിടെ എന്നും പൂക്കളില്ലായിരുന്നു. ഇത്തവണ പൂക്കൾ കുറവാണ്. അപ്പം
കുറേയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, കുറേ സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇത് അവിടെ കുറേ ആൾക്കാർ നിൽപ്പുണ്ട് കേട്ടോ. അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ വിഷ്വൽ കാണിച്ചു തരാം. അത് അവിടത്തേക്ക് പോകുമ്പോഴത്തേക്ക് കുറേ പൂക്കൾ നിൽപ്പുണ്ട് കേട്ടോ. അവിടെ നിന്നൊക്കെ കുറേ ആൾക്കാർ നിന്നിട്ട് പൂക്കളൊക്കെ പറിക്കുന്നുണ്ട്. ഇവിടുന്ന് ബോട്ടിൽ പോകുന്നുണ്ട്, അവിടെ നിന്ന് പുതിയൊരു ബോട്ട് വരുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോയിട്ട് അതിൻ്റെ വിഷ്വൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഏതാണ്ട് 1 മണിക്കൂറായി കേട്ടോ. അമ്പലമൊക്കെ കണ്ട് തീർന്നിട്ട് നമ്മൾ മടങ്ങി തിരിച്ചു പോവുകയാണ്. നമ്മളെ സുരേഷ് ചേട്ടനാണ് നമ്മുടെ അമരക്കാരൻ. ഓക്കെ, ചേട്ടൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. ചേട്ടനെ നേരത്തെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് വരാണെങ്കിൽ ചേട്ടാ ഇവിടെ എല്ലാം കൊണ്ടുനടന്ന് കാണിക്കും. ഓക്കെ.